ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാട്ടോ എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ റെഡി ആവാൻ പോവാണ്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 4:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു 6:30-ക്കുള്ളിൽ എത്തണം എനിക്ക് തിരിച്ച് വീട്ടിൽ. പിന്നെ ഒരു 7:30 ആകുമ്പോൾ നമുക്ക് പോകണം. ഇത്ര നേരത്തെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാർത്തിക കല്യാണം കഴിക്കാമാണ്. കുട്ടിയുടെ വീട് വരുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ നമുക്കൊരു 3.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ എന്നെ കണ്ണൂട്ടേട്ടൻ കൊണ്ടാക്കുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ റെഡി ആവാനായിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേമയുടെ ഫ്രണ്ടാണ് കേട്ടോ ചേച്ചി. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്കാണ് വന്നിരിക്കണേ. അപ്പോൾ അകത്ത് കയറിയിട്ട് ഞാൻ ബാക്കി കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹരിതേശ്വരം അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിയെല്ലാം കത്തിയടിയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ചേച്ചി വന്നപ്പോൾ തന്നെ എനിക്ക് ഹെയറൊക്കെ ഒന്ന് ക്രിംപ് ചെയ്ത് തന്നു. അപ്പോൾ ഇനി അടുത്തത് ലെൻസ് വെക്കണം, മേക്കപ്പിലേക്ക് കിടക്കണം. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഹരിതേച്ചി നമുക്ക് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചിയോട് സജഷനൊന്നും പറഞ്ഞിരുന്നില്ല. ചേച്ചിക്ക് എങ്ങനെയാ തോന്നണേ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ ഹെയർ കട്ട് ചെയ്യാം, കട്ടല്ല ഹെയർ സെറ്റ് ചെയ്യാം. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ നല്ല രീതിക്ക് എന്നെ കളിയാക്കുന്നുണ്ട്. ആ വീഡിയോയും കൂടിയും ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഇന്ന് എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഇതെൻ്റെ ഒരു കുട്ടി വ്ളോഗ്. വൈശാഖാണ് ക്യാമറമാൻ. അതിലുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും, ഒരു 1.5 hours ഉണ്ടാവും ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. നമ്മൾ മെയിൻ ആളുകള് ഉണ്ട്. കാർത്തി, അമ്മ, യാമി നല്ല ഉറക്കാം. അമ്മ അവിടെ ഉണ്ട്. അമ്മ എന്താ ചിരിക്കാതെ? കണ്ടിട്ട് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇനി കുറച്ച് ദൂരം ഉണ്ട് പോവാനായിട്ട്. എന്തായാലും ഒരു 1.5 hours എന്തായാലും ആവും. അപ്പൊ ഇനി അവിടെ എത്തി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ലക്ഷ്മിയുടെ വീട്ടിലെത്തി കേട്ടോ. ആലപ്പുഴയിലെത്തി. ലക്ഷ്മിയുടെ വീടിന് തൊട്ടടുത്തായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ പിന്നെ ലക്ഷ്മിയുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ റിംഗ് എക്സ്ചേഞ്ചിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഒരുവിധം നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് ലക്ഷ്മി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാനല്ലാട്ടോ എടുത്തത്. എൻ്റെ ഫോണിൽ ആരോ എടുത്തിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ആഡ് ചെയ്തതാണ്.
പിന്നെ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ആ വീഡിയോയും കൂടി ഞാൻ ഇല്ലാടായി. നമ്മളെന്താണ് ഇവിടെ നമ്മള് കാർത്തികിന്റെ അങ്ങനെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ലക്ഷ്മിയോടും ലക്ഷ്മിയുടെ വീട്ടുകാരോടും എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് തൃശ്ശൂർക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ കാർത്തിയുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാർത്തി എങ്ങനെയുണ്ട് എൻഗേജ്മെന്റ് എക്സ്പീരിയൻസ്? അവരെ കൊണ്ട് ഞങ്ങള് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, ആലപ്പുഴ ബീച്ചിൽ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തോട്ടെ, അതിനിടയ്ക്ക് ഞാനും കണ്ടിട്ട് എടുത്തു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പം ഇനി എന്തായാലും ഇനി വീട്ടിലെത്താനായിട്ട് ഒരു 3-3.25 മണിക്കൂർ എടുക്കും. അപ്പം എന്തായാലും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കാറിലിരുന്ന്. ഞാൻ എന്തായാലും നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാനും ഉറങ്ങാമെന്ന് വിചാരിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ കണ്ണുട്ടിക്ക് കമ്പനി കൊടുക്കണമല്ലോ അല്ലേ. എൻഗേജ്മെൻ്റ് അന്ന് വീട്ടിലെത്തിയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയായി. അത് കഴിഞ്ഞ് ഫ്രഷായി കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.